ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനഹ. സദഖല്ലാഹ്. അൽ ബഖറ സൂറത്തിൽ 201-ാമത്തെ ആയത്തിൽ തുടക്കം പറയുന്നത് മൻ യഖൂലു. അവിടെ നമ്മൾ മുമ്പ് പഠിച്ച നിയമമാണ് ഇദ്ഗാമും ബിഗുന്ന, ഗുന്നത്തോടുകൂടെ ഇദ്ഗാം ചെയ്യണം. ഒരിക്കലും നൂന് പറയാൻ പാടില്ല, മൻ യഖൂലു എന്ന് പറയരുത്. കാരണം സാക്കിനായ നൂനിന് ശേഷം നൗമി, നൂൻ, വാവ്, മീം, യ ഇതിലേതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഗുന്നത്തോടുകൂടെ ഇദ്ഗാം ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ തൊട്ടപ്പുറത്ത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ, ദുനിയാ സാക്കിനായ നൂനിന് ശേഷം യാ വന്നു. പക്ഷേ ഇൽഹാർ ചെയ്യുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ്? സാക്കിനായ നൂനിന് ശേഷം അതേ കലിമത്തിൽ, അതേ വേർഡിൽ തന്നെ തൊട്ടടുത്തായി ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരങ്ങൾ വന്നാൽ ഒരിക്കലും ഇദ്ഗാമല്ല ചെയ്യേണ്ടത്, ഇൽഹാറാണ്. അതിൻ്റെ പേരാണ് ഇൽഹാർ മുത്ലഖ്. സാക്കിനായ നൂനിൻ്റെ ശേഷം അതേ കലിമത്തിൽ തന്നെയാണ് യാ വന്നതെങ്കിൽ പിൻവാനും, സിൻവാനിൻ, ബുന്യാനും, ദുന്യാ ഇത്രയും സ്ഥലങ്ങളിലാണ് ഇൽഹാർ മുത്ലഖ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഭാഗങ്ങൾ സാക്കിനായ നൂനിന് ശേഷം അതേ കലിമത്തിൽ തന്നെ തൊട്ടടുത്തായി യാ വന്നതുകൊണ്ട് അതിനെ ഇൽഹാർ മുത്ലഖ് ചെയ്തു. അഥവാ സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്താണ് ഉച്ചരിച്ചത്.